പോലീസ് നിയമപരമായി എന്തെങ്കിലും ഒരു കരുതൽ ഇവർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു കൊലപാതകം രണ്ടുപേരുടെയും കാണേണ്ടി വരും. നമുക്ക് ഇതുപോലെ വന്നിന്ന് അവർ മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണേണ്ട ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അല്ലെങ്കിൽ അത് ഉടനടി ഒരു തീരുമാനം എടുക്കണം. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീടിന് നേരെ ആക്രമണം നടത്തിയതായി പരാതി. അഞ്ചൽ ഏരൂർ ചില്ലും പ്ലാന്റ് തെക്കേവയൽ ഭാഗത്ത് താമസിക്കുന്ന തുളസി അമ്മണി ദമ്പതികളുടെ വീടിന് നേരെയാണ് അയൽവാസിയായ യുവാവ് ആക്രമണം കാട്ടിയത്. രണ്ടുപേരുണ്ടായിരുന്നു ഇന്നലെ. ഞാനിവിടെ തൊഴിലുറപ്പും കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ രണ്ടുപേരിൽ നിന്ന് പഴക്കം കൂടി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ, എൻ്റെ മോളെ, എൻ്റെ ഭർത്താവിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ അവനെന്ന് അന്നേരം കൂടെ നിന്നവൻ പറഞ്ഞ് വരുന്നടാ ആ അമ്മ വരുന്നടെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അവളെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പിടിച്ചു തള്ളി അങ്ങ് കിണറിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവിടുന്ന് ആ വയലിൽ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഞാൻ പെരയ്ക്കാൻ തുറന്ന് ബുക്ക് എടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാരെ വിളിച്ചു പറഞ്ഞ് ഇവിടെ എൻ്റെ കതുവെല്ലാം അടിച്ചു പൊളിച്ച് ഇല്ലാത്ത നാശങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിപ്പോൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്ത് ഞാനിവിടെ ഇരിക്കുകയും ചെയ്ത് എൻ്റെ വീട്ടുകാരനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ അവിടെ ഇല്ലാത്ത നാശങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ടൊന്ന് കയറി വാന്ന് പറഞ്ഞു. ആരാന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിനു വാന്ന് പറഞ്ഞു. കൂടെ വേറൊരാളും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് എന്തുവായാലും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി പോലീസുകാർ വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് സംഭവം നടന്നത്. ഇരുവരും വീട്ടിലില്ലാത്ത സമയത്താണ് അയൽവാസിയായ യുവാവ് വീടിന്റെ മുൻവശത്തെയും പിൻവശത്തെയും കതവുകൾ വെട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും വീട്ടിലെ KSEBയുടെ മീറ്റർ ബോക്സിലെ ഫ്യൂസ് ഊരി വലിച്ചെറിയുകയും ചെയ്തതായി പരാതിയുള്ളത്. ചേച്ചിയാണനൊക്കെ ഞങ്ങളുടെ അയൽവാസിയാണ്. ഇത് പലതവണയായിട്ട് അവരുടെ വീട്ടിൽ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി ഇങ്ങനെ വസ്തുവിനെ പറ്റിയും അതുപോലെ മരണത്തെ പറ്റിയും അതിൻ്റെ പരമ്പര പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇവർ ആരും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല. സാധാരണ ഒരു മോനുള്ളതാണ്, അവരുടെ മരിച്ചുപോയി. ഒരു മോളാണുള്ളത്, വേറെ ആരും ചോദിക്കാനില്ല. ഇവരെ കൊണ്ട് അതിനുള്ളൊരു ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇവർക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്നുള്ളൊരു ഇത് വെച്ചാണ് ഈ ആളുകൾ കയറി ദിവസേന ഇവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു തവണ ഇവരെ വീട് കയറി വെട്ടി. പക്ഷേ ഇവർക്കുള്ളൊരു ജീവനൊരു ഭീഷണിയാണ്. ഇന്നും ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കുവാണ്. ഇവർക്ക് എന്തെങ്കിലും പറ്റിയത് ആര് ചോദിക്കും എന്നൊരു അവസ്ഥയിൽ നിൽക്കുവാണ്. ആര് ചോദിക്കാനും മറ്റുള്ള പുറത്തുനിന്നുള്ള ആളുകൾ കയറി ഈ ഒരു അവസ്ഥയിൽ ഇവരോട് ചോദിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ മറ്റുള്ള കാര്യങ്ങൾ ഇടപെടാനോ ഒക്കത്തില്ല. ഇതിന് പോലീസ് നിയമപരമായി എന്തെങ്കിലും ഒരു കരുതൽ ഇവർക്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു കൊലപാതകം രണ്ടുപേരുടെയും കാണേണ്ടി വരും. നമുക്ക് ഇതുപോലെ വന്നിന്ന് അവർ മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണേണ്ട ഒരു അവസ്ഥ വരും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു അല്ലെങ്കിൽ അത് ഉടനടി ഒരു തീരുമാനം എടുക്കണം. അയൽവാസിയായ യുവാവ് 1 വർഷത്തിന് മുൻപ് ഈ ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും പ്രതിയാണ്. സംഭവത്തിൽ വൃദ്ധ ദമ്പതികൾ ഏരൂർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ഏരൂർ. തെക്കേവയലിലെ ഒരു വീട്ടിൽ ഇന്നലെ നടന്ന അതിക്രമ സംഭവങ്ങളെ കുറിച്ചാണ് ഇപ്പം മീഡിയയുടെ മുന്നിൽ അവർ തുറന്നു പറഞ്ഞത്. ഈ അതിക്രമം നടത്തിയ ആളെ സംബന്ധിച്ച് അയാൾ മുൻപും അവരെ ആക്രമിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതി കൂടിയാണ്. ഇന്നലെ അവർ വീട് തകർക്കുകയും വീട്ടിലെ കതവുകൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്തു. വളരെ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അവർ 2 വൃദ്ധരായിട്ടുള്ള 2 ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. അവർ തൊഴിലുറപ്പ് തൊഴിലിനൊക്കെ പോയി ഉപജീവനം നടത്തുന്നവരാണ്. അവർ ജോലി ചെയ്ത് വന്നാൽ വീട്ടിൽ വന്നാൽ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. വളരെ ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ ഇന്നലെയൊക്കെ പൊതുപ്രവർത്തകരെയും പോലീസിനെയൊക്കെ ബന്ധപ്പെടുന്നത്. അതൊരു ഒരു ശക്തമായ നിയമ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഊരിയത് പിന്നോട് പോലീസുകാർ വന്നിട്ട് പോയതിനു ശേഷം ഇവിടെ ചെന്ന് കറണ്ടില്ല. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേനെ ഈ പീസ് ഊരി 2 എണ്ണം എറിഞ്ഞേക്കുന്നത്, ബാക്കി മീറ്റർ എല്ലാം വലിച്ചിളക്കിയിട്ടേക്കുന്നത്.